ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമസ്കാരം. ഫത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൂന്നാർ ട്രിപ്പിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങൾ, രസകരമായ കുറേ മനോഹരമായ നല്ല കാഴ്ചകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടത് മാത്രം പോരാ, നിങ്ങളെല്ലാ സപ്പോർട്ടും വേണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, മറക്കരുത്. അപ്പോൾ ഇഷ്ടമായിട്ട് ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതാ രാത്രി 12:30 1 മണീൻ്റെ ഉള്ളിലാണ് വിടുന്നത്. ഇത്രയും ലേറ്റാണ് കാണുമെന്ന് വിചാരിച്ചാൽ എന്നെ കാത്തു നിന്നിട്ടാണ് കേട്ടോ. ഞാൻ പോകുന്നില്ല എന്നെല്ലാം വിചാരിച്ചാൽ പിന്നെ എല്ലാം നിർബന്ധിച്ചിട്ട് അങ്ങനെ ഞാൻ അരമണിക്കൂർ കൊണ്ട് റെഡി ആയതാണ്. അങ്ങനെ നമ്മളിതാ കുറേ വഴികളെല്ലാം നിർത്തി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതാ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കുറേലും ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. കുറേയൊന്നും എല്ലാവർക്കും ചെയ്യുന്നത് ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് കുറേ ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. അപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ഇടയ്ക്ക്. കാരണം ഇതൊന്ന് കുറച്ച് വിട്ട് കഴിഞ്ഞാൽ കുറേ പോകാനുണ്ട്. അതുകൊണ്ട് നല്ല വിശന്നിട്ടൊന്നുമില്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നതല്ലേ. എങ്കിലും ലഞ്ചിന് കഴിച്ച് നമ്മളിതാ വിട്ടു. നമ്മളൊരു ബസ് ആൾക്കാരാണ് പോയിട്ടുള്ളത്. ഏകദേശം 35-40 പേരോളം ഉണ്ട്, കുട്ടികളെല്ലാം അടക്കം. അങ്ങനെ ഇതാ പാറക്കാട്ട് റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അതിൻ്റെ മുകളിലുള്ള വ്യൂ ആണ്. ബസ് അവിടെ നിർത്തിയിട്ട് ഒരു കുന്നിറങ്ങാനുണ്ട് കേട്ടോ. അപ്പം കാറും ഇതൊക്കെ പോകും, ബസ് പോകാൻ ബുദ്ധിമുട്ടാണ്. പോകുമായിരിക്കും, പക്ഷേ അവർ വന്നിട്ടില്ല. അപ്പം മേലെ നിർത്തിയിട്ട് ഇതാ നമ്മളെല്ലാവരും നടന്ന് പോകുന്ന ചെറിയൊരു കുന്നുണ്ട്. അപ്പം മക്കൾസും നമ്മൾ പെണ്ണുങ്ങന്മാരും എല്ലാവരും ഇറങ്ങിയിട്ട് പോകുന്നതാണ്. അപ്പം ബാക്കിൽ ജെൻസ് എല്ലാം ലഗേജും കാര്യങ്ങളെല്ലാം എടുത്ത് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മൾ സ്നാക്സും തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് മുന്നിൽ ആൾക്കാർ പോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ റിസോർട്ട്, പാറക്കാട്ട് റിസോർട്ട്. നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. മാഷാഅല്ലാഹ്, അടിപൊളി റിസോർട്ടാണ് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നല്ല വ്യൂ ആണ്. അങ്ങനെ ഇതാ നമ്മളിതാ പാറക്കാട്ട് റിസോർട്ട് എത്തി. എൻട്രൻസ് ആണിത്. ഇതാണ് ഈ പാറക്കാട്ട് റിസോർട്ടിൻ്റെ എൻട്രൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയായിരിക്കും എന്നുള്ളത്. അപ്പം ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്യണ്ടേ, അതിന് നമ്മൾ ആങ്ങളമാരൊക്കെ പോയിട്ടുണ്ട്. ഇതെൻ്റെ ഉമ്മൻ്റെ അനിയത്തിയാണ്. ഉമ്മൻ്റെ 2 അനിയത്തിമാരും പിന്നെ അവരുടെ ഫാമിലിയും, പിന്നെ ഞാനും എൻ്റെ മോനും, പിന്നെന്താണ് എൻ്റെ ആങ്ങള, എൻ്റെ ഉമ്മ, എൻ്റെ അനിയത്തിൻ്റെ മോൾ. അനിയത്തിയും ഒരു മോനും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇത്താത്ത നാട്ടിലില്ല. അപ്പം അവർ സൗദി പോയിട്ടാണ് ഉള്ളത്. അപ്പം അനിയത്തിക്ക് മോൻ്റെ എക്സാം ആയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ അനിയത്തിൻ്റെ മോളെയും കൂട്ടിയിട്ടാണ് പോയത്. അങ്ങനെ ആ റിസോർട്ടിൻ്റെ ഉള്ളിലെത്തി നമ്മളിതാ പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ഞാനിന്നും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഒരുപാട് ആൾക്കാരുള്ള സമയത്ത് വീഡിയോ എടുക്കാൻ കുറച്ച് ചമ്മലാണ്. കുറേ അത് മാറി മാറി വരുന്നുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയായിരിക്കും. എന്നാലും ഞാൻ ആൾക്കൂട്ടത്തുനിന്നൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കലില്ല. എനിക്ക് പേടിയാണ്, ആർക്കെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ നമ്മൾ പുറത്ത് വന്നിട്ട് ഇതാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഡ്രസ്സിങ് ഒന്നും അത്ര ഭയങ്കര ഇതാക്കിയിട്ടൊന്നുമില്ല. കാരണം രാത്രിയാണല്ലോ നമ്മൾ വിടുന്നത്. ഏകദേശം 12:30 മണിയായിട്ടുണ്ടാവും. ഒരു ബസ് ആൾക്കാരുണ്ട്. ഒരു ബസ് എന്ന് പറഞ്ഞാൽ ഫുള്ളൊന്നല്ല, നമുക്ക് കുറച്ച് പേർക്ക് കിടക്കാനും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കാനുള്ള സൗകര്യം എല്ലാവർക്കും ഉണ്ട്. കുറച്ച് പേര് കിടന്നിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആപ്പമരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഉള്ള ജ്വല്ലറിയാണ് ഇത്. അടിപൊളി കളക്ഷൻ ഉണ്ട് ഇവിടെ, അടിപൊളി ഡിസൈൻ. എന്താ രസമാണെന്നറിയാം, വളയും. വെറുതെ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ സാധാ ജ്വല്ലറിയിൽ പോയിട്ടാകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഡിസൈൻ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നല്ല നല്ല ഡിസൈൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഡിസൈൻ എനിക്ക് തോന്നിയത് വളയിലാണ്. അത് വെറുതെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. പിന്നെ നമ്മൾ 7 റൂമാണ് തോന്നുന്നു ബുക്ക് ചെയ്തിട്ടുള്ളത്. 7 റൂം നമ്മൾ പെർ ഹെഡ് നമുക്ക് 1700 അങ്ങനെ വരുന്നുണ്ട്. ഇതാണ് റൂം കേട്ടോ. റൂമിന് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. നല്ല ബാത്റൂം, നല്ല ക്ലീനായിട്ടുള്ള ബാത്റൂം, അത്യാവശ്യം വലിയ ബാത്റൂമാണെന്നുള്ള ടവലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. നല്ല വലിയ ബെഡ്, പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ബെഡും കൂടി അവർ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം 2 ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്, ടീപ്പോയി ഉണ്ട്, ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മളൊരു ദിവസം പിറ്റേന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുമല്ലോ. അപ്പം ഒരു ദിവസത്തേക്കല്ലേ. അപ്പോൾ ഇതാണ് ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. കുറേ പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ലേ.
റൂമിൽ നിങ്ങൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ നമ്മളിതാ റൂമിലും നമ്മുടെ ലഗേജെല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ ഒരു ട്രെക്കിങ്ങിന് പോവുമായിരുന്നേ. അപ്പോൾ ഇതാ നല്ല രസമുണ്ട് ശരിക്കും പറയാമെന്ന് വിചാരിച്ചാൽ. എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു. നല്ല കുഴിയും കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ജീപ്പിൽ നല്ല രസകരമായൊരു നിമിഷം തന്നെയായിരുന്നു. അത്യാവശ്യം പേടിയുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ച് നല്ല ചിരിച്ച് എൻജോയ് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ട്രെക്കിങ്ങിന് പോയിക്കൊണ്ടേയിരിക്കുകയെന്ന്. അവിടെ എത്തിയിട്ടാകുമ്പോൾ നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. റോപ്പിൽ കൂടിയിട്ടുള്ള നടത്തും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് അവിടെ എത്തി കേട്ടോ. ഇവിടെ കാണാൻ തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലവറിനെ കൊണ്ടൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്തൊരു രസമാണെന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടോളൂ. ബാക്കി എന്താ പറയുക, ഒരുപാട് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് രാത്രിയായി. രാത്രി ഇതാ ഇവിടെ നല്ല പാട്ടും ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല പടക്കം പൊട്ടിക്കൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം കുഞ്ഞുമക്കൾ ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് വെച്ചിട്ട് നല്ല ഡാൻസായിരുന്നു. അപ്പോൾ ആ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ക്ലൈം വരും. അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല രസത്തിൽ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു മക്കൾ, മാഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ശരിക്കും നമ്മൾ പിന്നെ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ശരിക്കും എൻജോയ് ചെയ്യുന്നത് നമ്മൾ മക്കൾ തന്നെയായിരിക്കും. അപ്പം അവിടെ കുറേ പടക്കങ്ങളും എന്താ പറയുക പൂക്കുറ്റി അങ്ങനെ കമ്പിത്തിരി അങ്ങനെ കുറേ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തതായിരുന്നു. പിന്നെ വലുതായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പോൾ നമ്മളെ കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾ അതൊക്കെ കത്തിച്ചിട്ട് ശരിക്കും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് കാണുന്നത് പോലും എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നില്ലല്ലോ, ഇപ്പം നാട്ടിൽ സെറ്റിലായി. അപ്പം മോനും എന്താ പറയുക കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ശരിക്കും നല്ല ഡാൻസൊക്കെ ചെയ്ത് രാത്രി ഇതാ നമ്മൾ വീണ്ടും പിന്നെ കിടന്നുറങ്ങി എഴുന്നേറ്റ് ഫ്രഷ് ആയതിൻ്റെ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ റിസോർട്ട്
അവരുടെ വകയിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി, മാഷാഅല്ലാ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം മാഷാഅല്ലാ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. മസാല ദോശ ഇപ്പോൾ സ്പോട്ടിൽ ചുട്ട് തരുന്നതും, അതുപോലെ തന്നെ നല്ല നല്ല സാൻഡ്വിച്ചും കാര്യങ്ങളും, പിന്നെ ഇഡ്ഡലി, ചട്നി, അതിൻ്റെ സാമ്പാർ, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കോൺഫ്ലെക്സും ചോക്കോ പോപ്സും കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടിക്ക് അതാണല്ലോ വേണ്ടത്. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ പിന്നെ എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും റിസോർട്ട് അടിപൊളിയാണ്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന റിസോർട്ട് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ഫ്രൂട്ട് സാലഡും മറ്റേ ഡിസേർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേന്ന് 12:30 മണിക്ക് ചെക്കൗട്ട് ചെയ്ത്, അപ്പോൾ റൂമും കാര്യങ്ങളും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ കണ്ടല്ലോ, അടിപൊളി തന്നെയാണ്. തീർച്ചയായും നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല. എനിക്കത് പെർ ഹെഡ് 1700 രൂപയാണെന്ന് തോന്നുന്നു ഒരാൾക്ക് വരുന്നത്. നമ്മൾ 6-7 ഐറ്റം പിന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ, ഞാൻ കറക്റ്റ് ചോദിച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറ്റുകയാണെങ്കിൽ ഞാനിടാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പിന്നെ റിസോർട്ട് നമ്മൾ ഒരുപാട് യൂട്യൂബിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അടിപൊളി തന്നെയാണ്, നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായിട്ട് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടിപൊളി റിസോർട്ട് നല്ല നല്ല കാഴ്ചകളായിട്ട് പിന്നെ ഇനിയും ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ, അസ്സലാമ.